ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഞാനിപ്പോൾ ഉള്ളത് അതിരപ്പള്ളിയുടെ സമീപത്തായിട്ടുള്ള വാഴച്ചാൽ എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടത്തിലാണ്. ഞാൻ ഒരുപാട് വട്ടം അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ വാഴച്ചാൽ ഞാൻ ഇതൊരു ആദ്യമായിട്ടാണ് വരുന്നത്. എല്ലാ പ്രാവശ്യവും അതിരപ്പള്ളി വരും, തിരിച്ചു പോകും. ഇവിടെ വന്ന് ഇത് കണ്ടപ്പോഴാണ് മനസ്സിൽ തോന്നിയത് കുറച്ച് നേരത്തെ വരേണ്ടതായിരുന്നു. മനസ്സിൽ അത്രയ്ക്കും സമാധാനവും സന്തോഷവും തരുന്ന ഒരു അന്തരീക്ഷമാണ് വാഴച്ചാലുള്ളത്. അതിരപ്പള്ളിയുടെ സമീപത്ത് തന്നെയാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. രണ്ടും ചാലക്കുടി പുഴയുടെ ഭാഗമായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളാണ്. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അത്രയും ഹൈറ്റിൽ നിന്ന് താഴത്ത് വന്ന് വീഴുന്ന ആ വെള്ളച്ചാട്ടവും അതിങ്ങനെ മേത്തോട്ട് ഇങ്ങനെ സ്പ്രേ പോലെ അടിക്കുന്ന ആ ഒരു ഫീലുമാണ് അവിടെ നിന്ന് എനിക്ക് കിട്ടിയ ആ ഒരു എക്സ്പീരിയൻസ്. പക്ഷേ ഇവിടെ അതുപോലെയല്ല. ഇവിടെ കുറച്ച് വേറൊരു എക്സ്പീരിയൻസാണ് എനിക്ക് കിട്ടിയത്. ഇവിടെ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഫുള്ളും ഹരിതാപും ഒരു നമുക്ക് മൈൻഡ് ഒരു റീഫ്രഷ് ആകണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. എല്ലാം മറന്ന് ആ നമ്മുടെ ആ കാടിൻ്റെ രണ്ട് സൈഡും കാട്, അതിൻ്റെ നടുക്കൂടെ ഒഴുകി വരുന്ന ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയും ചുറ്റുമുള്ള പ്രകൃതി ഭംഗിയും ആസ്വദിച്ച് ഇങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ വളരെ നല്ല ഒരു മനസ്സുഖമാണ്. അപ്പോൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ വരുന്നവർ മസ്റ്റായിട്ടും ഈ വെള്ളച്ചാട്ടം കൂടി കാണാൻ ശ്രമിക്കുക, വാഴച്ചാൽ. പിന്നെ ഒരു കാര്യം, ഇത്രയും നാൾ അതിരപ്പള്ളി ടിക്കറ്റ് എടുത്ത് കണ്ടിട്ടും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമായിരുന്നു. മനസ്സിലാവാത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാത്തൊരു കാര്യമായിരുന്നു. അതിരപ്പള്ളിയിൽ ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ വാഴച്ചാൽ വെള്ളച്ചാട്ടം കാണാനുള്ള ടിക്കറ്റും കൂടെയാണ് നമ്മൾ എടുക്കുന്നത്. അതിരപ്പള്ളിയിൽ നിന്ന് ടിക്കറ്റ് എടുത്താൽ ആ ഒരു ടിക്കറ്റിൽ തന്നെ നമുക്ക് അതിരപ്പള്ളി വെള്ളച്ചാട്ടവും വാഴച്ചാൽ വെള്ളച്ചാട്ടവും കാണാൻ പറ്റും. സത്യത്തിൽ ഒരു ദിവസം മൊത്തം നമുക്ക് കറങ്ങി തിരിച്ച് വീട്ടിൽ പോകാനുള്ള കാര്യങ്ങൾ തൃശ്ശൂർ ജില്ലയിലുണ്ട്. അതിരപ്പള്ളി വെള്ളച്ചാട്ടവും കണ്ട് അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്ന് വാഴച്ചാലിലെ വെള്ളച്ചാട്ടവും കണ്ട് ഈ പ്രകൃതിയുമായിട്ട് ഇണങ്ങി നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് കുറച്ച് നേരം ഇരുന്ന് വിശ്രമിച്ച് മനസ്സൊക്കെ ഒന്ന് കാമാക്കി എല്ലാ പ്രശ്നങ്ങളും മറന്ന് ഒന്ന് സന്തോഷിച്ച് മനസ്സൊക്കെ ഒന്ന് തണുപ്പിച്ച് വേണമെങ്കിൽ അവിടെ നിന്ന് പിന്നെ ഇറങ്ങി നമുക്ക് മലക്കപ്പാറ വരെ പോയിട്ട് തിരിച്ച് നമുക്ക് പോവാം. അതുമല്ല പിന്നെ സമയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് മലക്കപ്പാറ ഇ പാസ് എടുത്ത് നമുക്ക് പൊള്ളാച്ചി വഴി തിരിച്ച് വാൽപ്പാറ പൊള്ളാച്ചി വഴി പാലക്കാട് വഴി കറങ്ങി വേണമെങ്കിൽ തിരിച്ചങ്ങനെയും വരാം. കാടും വന്യതയും അതിൻ്റെ ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു ആംബിയൻസ് ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലെങ്കിലും ഒന്ന് പോയി നോക്കേണ്ട ഒരു റൈഡാണ് ആതിരപ്പള്ളി മലക്കപ്പാറ വാൽപ്പാറ പൊള്ളാച്ചി വഴി തിരിച്ച് പാലക്കാട് വഴി സ്ട്രൈറ്റ് ഒന്ന് പോയി നോക്കണം. ആ കാടിൻ്റെ വന്യതയൊക്കെ ശരിക്കും ഒന്ന് മനസ്സിലാകുന്നൊരു റൈഡായിരിക്കും ഈ വാൽപ്പാറ മലക്കപ്പാറ റൂട്ട്. അപ്പോൾ ഓക്കെ, ബൈ, ഇത്രേ ഉള്ളൂ.